വളരെ എളുപ്പം. നമ്മുടെ ഡേ 6 ആണ് ഇന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നോട്ട്ബുക്ക് എല്ലാം എന്നാണ് അതിന് പറയുന്നത്. ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ ടൂളാണ്. അപ്പം ഞാൻ ആദ്യം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയറിൽ വോയിസ് കൊണ്ടുവന്നിട്ടെ. ഓക്കെ, എനിക്ക് വോയിസ് കേൾക്കില്ല, അതാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ് നോട്ട്ബുക്ക് എല്ലാം. നമ്മളിപ്പോൾ അതുപോലെ ആദ്യം നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ആക്കും. ബാച്ച് 6 ഡേ 6. ഇതിൽ പ്രത്യേകിച്ച് കുറച്ച് പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോ ടൂളിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന. നമുക്ക് ആദ്യം ഗൂഗിൾ എടുത്ത് നോട്ട് ബുക്ക് എല്ലാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നോട്ട് ബുക്ക് എല്ലാം. എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാമെന്നുള്ളത് പറയാമേ. ഇപ്പോൾ ഈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താലും കിട്ടും, താഴെ ഉണ്ടാവും ഈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള, ഓൾമോസ്റ്റ് ഫ്രീ, കംപ്ലീറ്റ് ഫ്രീ അല്ല, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിൽ ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഈ ബ്ലാക്ക് ബോക്സിൽ മിഡിലായിട്ട് കാണുന്ന ഈ ബ്ലാക്ക് ഏരിയയിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് തുറന്നു വരും. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി പറയാം എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ഈ സൈഡിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. ഓഡിയോ റിവ്യൂ, വീഡിയോ റിവ്യൂ, റിപ്പോർട്ട്, ക്യൂസ്, ഡാറ്റ ടേബിൾ, ഇൻഫോഗ്രാഫിക്, ഫ്ലാഷ് കാർഡ്സ്, മൈൻഡ് മാപ്പ്, സ്ലൈഡ് ഡെക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതാണ് ഈ സ്റ്റുഡിയോയ്ക്ക് കീഴിൽ വരുന്ന ഇത്രയും സെക്ഷൻസ്. ഇത് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു PDF ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ മണിക്കൂറുകൾ എടുത്ത് നമ്മൾ അതിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ അതിൻ്റെ URL ആ PDF-നെയോ ഈ അപ്ലോഡ് ഫയൽസ് ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമാണ് ഈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞ ഗൂഗിളിൻ്റെ സർവീസ്. നമുക്ക് കൂടുതൽ കണ്ട് കൂടുതൽ പരിചയപ്പെടാം. നമുക്ക് ഈ ക്ലാസ് റൂം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. Turn the upload lesson PDF into exciting and easy revision guide for primary students. Use simple English, short explanation, fun example, and engaging classroom style teaching. Make the revision feel like friendly learning adventure. Highlight important point clearly and help. ഇപ്പോൾ ഈ നോട്ട്ബുക്ക് എല്ലാമിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പ്രോംപ്റ്റ്. ഇതിൻ്റെ കുറച്ച് മുമ്പായിട്ട് മറ്റൊരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ, സമ്മറൈസ് ലെസൺ പ്രോംപ്റ്റ്, ഷോർട്ട് അഡ്വാൻസ് വെർഷൻ. ഇഫ് യു ടേൺ ദിസ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ ഇൻറ്റു എ സിനിമാറ്റിക് എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ്. ഓ, ഇതാ മതി, ഇത് മതി. ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മളെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിലൊരു സിനിമാറ്റിക് എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ് ആയിട്ട് തയ്യാറാക്കി തരാൻ പറയാണ് പ്രൈമറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. യൂസ് ടു എനർജിക് ഹോസ്റ്റ് വിത്ത് വാം എക്സ്പ്രസീവ് വോയിസ്. നമുക്ക് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്ന പോലെ ഒന്നോ അതിൽ കൂടുതൽ ആളുകൾ ഇന്ന് എന്ത് ചെയ്യും, പരസ്പരം ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ് ഈ കാണുന്ന ഏരിയയിൽ. ഈ കാണുന്ന പ്രോംപ്റ്റ് നമ്മൾ ഡേ 6 എടുക്കുമല്ലോ, ആ ടൂൾസ് യൂസ്ഡിൻ്റെ ഇതിൻ്റെ താഴെ കിടക്കുന്ന ഈ പ്രോംപ്റ്റിനെ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കഥ പറയാം. ഇത് ഇവിടെ കിടപ്പാണ്, നമ്മുടെ ഡേ 6ൻ്റെ താഴെ കിടക്കുന്ന ഈ ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു.
ഇഷ്യൂ. ഓക്കെ. എന്നിട്ട് ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ PDF അപ്ലോഡ് ചെയ്യാനുണ്ട്. ഞാനൊരു 3ാം ക്ലാസ്സിൻ്റെയോ 4ാം ക്ലാസ്സിൻ്റെയോ EVS എടുത്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. 3ാം ക്ലാസ്സിൻ്റെ EVS EVS ഇംഗ്ലീഷ്. ആ ടെക്സ്റ്റിനെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിടാണേ. നിങ്ങൾക്കും കൂടെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്തേക്കാം. EVS ഇംഗ്ലീഷ്. EVS ഇംഗ്ലീഷ് 20 MB. ഇത്രേ ഉള്ളൂ, നമ്മുടെ പണി തീർന്നു. അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് അവിടെ തുടങ്ങി വർക്ക് അവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. ഇത് ഇത്രയും ഇവിടെ ഈ കാണുന്ന പ്രോസസ്സ് കഴിഞ്ഞ ഉടൻ നമുക്കിവിടെ ഈ രണ്ടാമത് ചാറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ അതൊന്ന് അനലൈസ് ചെയ്ത് കാണിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഓരോ ബട്ടണായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കാണാം. നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ മുമ്പ് വീഡിയോ ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ചെയ്ത പോലെ ഒന്നും പരിപാടിയില്ല. സംഭവം സിമ്പിളാണ്. വെയിറ്റ്. വരട്ടെ. വലിയ സൈസ് ആയതുകൊണ്ടായിരിക്കും ഇഷ്യൂ. ആ ഹാ ഹാ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ സൈസൊക്കെ കൊടുക്കായിരുന്നു പെട്ടെന്ന്. ചെറിയ സൈസ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ജെമിനി ഉണ്ടെങ്കിൽ ജെമിനിയിൽ ന്യൂ ചാറ്റ് കൊടുത്തിട്ട് അതിനെ കൊടുത്ത് യൂണിറ്റ് 1 പെട്ടെന്ന് ചെയ്ത് തരാൻ പറയാം. യൂണിറ്റ് 1 ഡിവൈഡ് ചെയ്ത് തരാൻ പറയാം. എളുപ്പമാണ്. ഐ വാണ്ട് യൂണിറ്റ് 1 സെപ്പറേറ്റ് PDF. സെപ്പറേറ്റ് PDF. ഇങ്ങനെ നമുക്ക് PDF സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഞാൻ ആ ഫുൾ യൂണിറ്റ് ഈ ജെമിനിയിലേക്ക് കൊടുത്തിട്ട് ഈ യൂണിറ്റ് 1 മാത്രം സെപ്പറേറ്റ് ആക്കി തരാൻ പറയുകയാണേ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ജെമിനിയും നമ്മുടെ ChatGPT ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെയും യൂസുകൾ ഉണ്ട്. ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ചെയ്യാം. കാരണം ഇവിടെ ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം പിടിക്കും. ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടുമായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി ചെറിയ സൈസ് ആയിരുന്നെങ്കിൽ പറ്റിയേനെ. ഞാൻ കഴിഞ്ഞ ബാച്ചിന് ഇത് തന്നെ കൊടുത്തു, പക്ഷെ ഇത്രയും സമയം എടുത്തില്ല. അതുകൊണ്ടാണ് അതേ രീതി അങ്ങ് ഫോളോ ചെയ്തത്. ഇനി പെട്ടെന്ന് കിട്ടും. വരൂ. 5 പേര് വന്നു. റെക്കോർഡിങ് ഓണാണ്. സ്ക്രീൻ ഓക്കെയാണ്. ഓക്കെ, റെക്കോർഡിങ് ഓണാണ്. ഓക്കെ. Cannot directly split the file and send new downloadable. However, I have expected that complete text and I need. ഓ, അതങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നതാണ്. ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കി തന്നിരിക്കുന്നു.
ഇങ്ങനെയായാലും മതി. നമുക്ക് കുറച്ച് ഒരു ഒറ്റ പേജ് കിട്ടിയാലും മതിയായിരുന്നു കേട്ടോ. സീഡ്സ് ആൻഡ് ജെർമിനേഷൻ. ഓക്കെ, അവിടെ കഴിഞ്ഞു കേട്ടോ. അവിടെ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. നമുക്ക് സീഡ്സ് ആൻഡ് ഞാൻ ഇതിനെയൊക്കെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുകയാണേ. എനിക്ക് സീഡ്സ് ആൻഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൻ്റെ ഭാഗം കിട്ടിയില്ലേ, അത് മാത്രം ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പരിപാടി ഇതാണ്. നമ്മൾ ആദ്യം സോഴ്സ് ഇവിടെ കൊടുക്കണം. ഈ കാണുന്ന സൈസിൽ സോഴ്സ് കൊടുക്കണം. രണ്ടാമത്തെ ഈ നടുക്ക് നമുക്ക് ചാറ്റ്, ആവശ്യമുള്ള ചാറ്റ് നമ്മൾ സാധാരണ ChatGPT ചെയ്യുന്ന പോലെ ചാറ്റ് കൊടുക്കണം. മൂന്നാമത്തെ സൈഡിൽ എന്തൊക്കെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഈ സൈഡിൽ നമ്മൾ പ്രോംപ്റ്റുകൾ കൃത്യമായിട്ട് കൊടുക്കണം. ഇവിടെ ഇവിടെ ആയിട്ട് കൃത്യമായിട്ട് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇത് എനേബിൾ ആയിരിക്കും. ഈ കാണുന്ന എല്ലാം ഇപ്പോൾ ഓക്കെയാണ്. എന്ത് നമ്മൾ കൊടുത്താലും ഈ കാണുന്നത് ബേസ് ചെയ്തിട്ടുള്ള ഈ പാഠഭാഗത്തിൻ്റെ ഈ ക്ലാസ് 3യുടെ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ ആദ്യം നമുക്കൊരു ഓവർവ്യൂ തയ്യാറാക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ഓവർവ്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ്, മലയാളം എല്ലാ ഭാഷകളും നമുക്ക് അതിൻ്റെ ഒരു ഓഡിയോ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഈ ഗ്രേറ്റർ ദാൻ സിമ്പലിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, ഞാൻ മലയാളം ഇവിടെ താഴെ കിടപ്പുണ്ട്, മലയാളം ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ ജനറേറ്റ് ആവും. ഒരു 5 മിനിറ്റ് പിടിക്കും, അതുകൊണ്ടാണ് ആദ്യമേ അത് കൊടുത്തു വിട്ടത്. അതുപോലെ വീഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്തിട്ട് അതും സിനിമാറ്റിക് ആണ് ഫസ്റ്റ് കിടക്കുന്നത്, അതും ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പം ഇത് രണ്ടും ഇവിടെ കിടന്ന് കറങ്ങട്ടെ. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ ഈ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ടെണ്ണമാണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഓഡിയോ ആയി, വീഡിയോ ആയി. ഇനി റിപ്പോർട്ട്, അതിൻ്റെ ഒരു ചെറിയ റിപ്പോർട്ട് നമുക്കൊരു നോട്ട് പോലെയൊക്കെ കിട്ടും. അത് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ നമ്മുടെ സൗകര്യത്തിന് കൊടുക്കാം. അതിനോട് ഞാൻ മലയാളം തന്നെ കൊടുക്കാം. ക്രിയേറ്റ് മീ സിമ്പിൾ എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് അവിടെ നടക്കും. അപ്പോൾ അതിൻ്റെ പരിപാടി റിപ്പോർട്ടാണ് ഈ കിടക്കുന്നത്. 1, 2, 3 സാധനം 3 വർക്കുകൾ കൊടുത്തേ ഞാൻ നോട്ട്ബുക്ക് LMൽ 3 വർക്ക് ഇവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ക്വിസ് വേണം, ക്വിസിൽ കൂടുതൽ വേണ്ട, ക്വിസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ നേരിട്ട് അങ്ങ് പ്രോസസ് ആവും. പിന്നെ ഡാറ്റ ടേബിൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ ടേബിൾ ആക്കി തരും, അതാണ് ഡാറ്റ ടേബിൾ. പിന്നെ സ്ലൈഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, നമ്മൾ പ്രൊജക്ടറിൻ്റെ ഒക്കെ സഹായത്താൽ നമുക്ക് ചെയ്യുന്ന ചെറിയ സ്ലൈഡ്സുകളായിട്ട് തയ്യാറാക്കി തരുന്നതാണ്. അപ്പോൾ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സ്ലൈഡ് ഡെക്ക് നമുക്ക് കിട്ടും. മൈൻഡ് മാപ്പ്, അതിന് വളരെ ചുരുങ്ങിയ മൈൻഡ് മാപ്പ് എടുത്തു വെച്ച് കാണിച്ചു തരാം, അപ്പോഴേ മനസ്സിലാവും. ചുരുങ്ങിയ വാക്കുകളിൽ അതിനെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ്. മൈൻഡ് മാപ്പ് വലിയ ഉപയോഗം വരുന്നില്ല. ഫ്ലാഷ് കാർഡ്സ് നമുക്ക് ഉപയോഗം വരും. ഫ്ലാഷ് കാർഡ്സും എനേബിൾ ആക്കി. ഇൻഫോഗ്രാഫിക്സും ഉപയോഗം വരും. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കറങ്ങുന്നുണ്ട്. അതിലായത് പ്ലാന്റ്, മൈൻഡ് മാപ്പായി, ടേബിളായി, ക്യുസായി, ഇത്ര ആയിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ആയിട്ടുള്ളൂ. ഫ്ലാഷ് കാർഡായി ആയത് നോക്കി ഇങ്ങനെ ഇവിടെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിൽ ഫ്ലാഷ് കാർഡ് ഒന്നുകിൽ ഐക്കൺ വെച്ച് കണ്ടുപിടിക്കാം. കണ്ടോ, ഫ്ലാഷ് കാർഡിൻ്റെ ഐക്കൺ വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആ, ഇതായി. ഇത് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും, ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതേ. പിന്നത് പ്ലേ ചെയ്യാൻ പോവുകയാണേ. സസ്യലോകം. റിപ്പോർട്ടായിരുന്നു കേട്ടോ, സോറി. നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഈ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കോപ്പിയാവും. നമുക്കിനി എവിടെ കൊണ്ടുപോവാം? ഗൂഗിൾ ഡോക്കിലിടാം. ഗൂഗിൾ ഡോക്ക് എടുത്തിട്ട് ഗൂഗിൾ ഡോക്ക്
ഗൂഗിൾ ഡോക്ക്. ഗൂഗിൾ ഡോക്ക്. ഗൂഗിൾ ഡോക്കിൽ കൊണ്ടുപോയി ആ തന്ന റിപ്പോർട്ടിനെ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു നോട്ട് തയ്യാറാക്കി തരും, റിപ്പോർട്ട് മോഡൽ. എന്നിട്ട് വായിച്ചു നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. സസ്യരോഗം ഒരു ലളിതമായ പഠന സഹായി. ആമുഖം കൊണ്ട് പരിസ്ഥിതി അറിയാം, സസ്യങ്ങളുടെ വർഗീകരണം, പുൽച്ചെടികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ. സയൻസ് സബ്ജക്റ്റ് എടുക്കാൻ കാരണം സയൻസിലാണ് ഇതിന്റെ സാധ്യത കൂടുതൽ, അതുകൊണ്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടി അല്ലേ. റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ബാക്ക് എടുക്കാനായിട്ട് ഇത് ഈ ക്ലോസ് റിപ്പോർട്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് വരും. ഓരോന്നിന്റെ ഐക്കൺ വെച്ച് നമുക്ക് മനസ്സിലായി ഇത് ഇൻഫോഗ്രാഫിക് ആണ് നമ്മൾ കൊടുത്ത ഇൻഫോ. അതിന്റെ പിക്ചറൈസേഷൻ ആയിരിക്കും ആ പറഞ്ഞ പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പിക്ചറൈസേഷൻ. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എഡ്യൂക്കേഷൻ ഗൈഡ്. പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അനിമൽസിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എസെൻഷ്യൽ പ്ലാന്റ് ഫങ്ഷൻസ്. ആരെങ്കിലും ഉണ്ടോ ഈ EVS ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടോ? ഇതിന് നമുക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കമ്പ്യൂട്ടറിലോട്ടോ ഫോണിലോട്ടോ ഒക്കെ സേവ് ചെയ്യാം. ഇത് നമുക്ക് ആപ്പായിട്ട് അവൈലബിൾ ആണ്. നോട്ട്ബുക്ക് എല്ലാം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആപ്പായിട്ടും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്, നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഫോഗ്രാഫിക്സ് ആയി, ഇത് റിപ്പോർട്ടാണ്. റിപ്പോർട്ടായി ഫ്ലാഷ് കാർഡ്. ഇത് രണ്ട് നമ്മൾ നോക്കിയതാണ്. ഫ്ലാഷ് കാർഡ് എന്താണെന്ന് നോക്കാം. ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് റീഡിംഗ് കാർഡിൻ്റെ മറ്റൊരു പേരാണ് അല്ലേ. അപ്പോൾ അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കാണാൻ പറ്റും. വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ട്രീ സ്റ്റെം. ട്രീയുടെ സ്റ്റെമ്മിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഹാർഡ് എന്നാണ് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് സൈസ്, ഹൗ ആർ ട്രീസ് ജനറലി ഡിസ്ക്രൈബ്ഡ്. ദേ ഗ്രോ വെരി ടോൾ ആൻഡ് ബിഗ്. അപ്പോൾ ആ പാഠഭാഗത്തു നിന്ന് ഓരോ ചെറിയ ഫ്ലാഷ് കാർഡുകളായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഫുൾ ഫുൾ സ്ക്രീൻ കാണിച്ച് കുട്ടികളെ ഇങ്ങനെ നമുക്ക് കാണിച്ചു കൊടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിപ്പിച്ച് 31 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്ര എണ്ണം കിട്ടിയ അതിൻ്റെ പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പം അത് വന്നത് ഈ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ്റെ താഴെയാണ്. ഇനി മൈൻഡ് മാപ്പ് നോക്കാം. ഈ ഗ്രീൻ എർത്ത് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ആദ്യം കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് പാർട്സ് ആൻഡ് ഫങ്ഷൻസ്, പ്രൊപ്പഗേഷൻ, ഒബ്സർവേഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് ട്രീ, സ്hrubs, ഹെർബ്സ്, വൈൻ പ്ലാന്റ്സ്, അത്രയും സാധനങ്ങളുണ്ട് എന്നുള്ളത്. നമുക്ക് പാഠാസൂത്രണമൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്ലാന്റ്, ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. റൂട്ടിൻ്റെ കീഴിൽ എന്തൊക്കെയുണ്ട്? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് മൈൻഡ് മാപ്പ്. ഫ്ലാഷ് കാർഡും ഉണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്. ഇത് ഡേറ്റ ടേബിളാണ്. ഈ കാണുന്ന ടേബിൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്ത് എന്തൊക്കെയാണ് ഒരു ടേബിളാക്കി കാറ്റഗറി ഇരിക്കുന്നത്. മാംഗോ ട്രീ വെരി ഹാർഡാണ്, സ്റ്റെം ടൈപ്പ്, സൈസ്, ലൈഫ് സ്പാൻ, മെനി ഇയേഴ്സ്, ക്ലാസിഫിക്കേഷൻ ട്രീ. ഓക്കെ. അങ്ങനെ ഒരു ഡാറ്റയെ കളക്ട് ചെയ്ത് അതൊരു ഡാറ്റ ടേബിൾ പോലെ ആക്കി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇതിൽ കിട്ടുന്നതൊക്കെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ഇതിനൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് കുട്ടികൾക്കിലേക്ക് കൊണ്ടുപോവുക. ഇനി നമുക്ക് ഓഡിയോ വന്നിട്ടില്ല, സ്ലൈഡ് ഡെക്ക് വന്നിട്ടില്ല, വീഡിയോ വന്നിട്ടില്ല.
ഇത്രയും സാധനങ്ങളാണ് വരാനുള്ളത്. 3 സാധനങ്ങൾ വരാനുണ്ട്. 3 സാധനങ്ങൾ വരുന്നത് വരെ നമുക്ക് മറ്റ് കഥകളൊക്കെ പറഞ്ഞിരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 6 പേരുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ ഇപ്പം നമ്മൾ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട്? ടീച്ചേഴ്സ് കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സാറേ. ഓ, ഇത് ചെയ്യുന്നുണ്ടോ? കൂടെ എൻ്റെ കൂടെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ആ ആ, ഓക്കെ, ശരി. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് കാണാനും ഓപ്ഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ആദ്യം സോഴ്സ് കൊടുക്കുക, പിന്നീട് ഈ പ്രോംപ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പ്രോംപ്റ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഈ സൈഡിൽ നമ്മുടെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ഓഡിയോ ഓവർവ്യൂ ഓഡിയോ ആയിട്ട് കിട്ടാൻ, വീഡിയോ ഓവർവ്യൂ വീഡിയോ ആയിട്ട് കിട്ടാൻ, ഓഡിയോയും വീഡിയോ ആണ് അവസാനം വരുന്നത്. ഒരു സ്ലൈഡ് ഡെക്ക് കിട്ടി കേട്ടോ, നമുക്കത് നോക്കാം. ഒരു പ്രസൻറ്റേഷൻ ഫോർമാറ്റിൽ നമുക്ക് ഇങ്ങനെ ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി തന്നിരിക്കുക. നേച്ചേഴ്സ് പെർഫെക്റ്റ് ടൂൾ. ഹെർബിവേഴ്സ്, കാർണിവേഴ്സ്, ഒംനിവേഴ്സ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു സയൻസ് ടീച്ചേഴ്സിന് ഒരുപാട് സഹായകരമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് എന്നെ എടുത്തത്. മറ്റതും ഇല്ല എന്നല്ല, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിനകത്തൊന്നും കുറച്ചൊക്കെ സംഭവം നോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ളതേ. ഇത് നമുക്ക് മലയാളത്തില് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം സാറേ? മലയാളത്തിന് മലയാളത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കവിത കൊടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിതയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ഒരു പോഡ്കാസ്റ്റ് പോലെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഇവർ അതിനകത്ത് അതിനെക്കുറിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ ഒരു പാഠഭാഗം ഇപ്പം ഞാനിവിടെ അപ്ലോഡ് ഇത് കൊടുത്ത പോലെ ഒരു പാഠഭാഗം കൊടുത്തിട്ട് അതിനെ പോഡ്കാസ്റ്റ് രീതിയിൽ, അപ്പോൾ പാഠഭാഗത്തിലെ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. എനിക്കിപ്പോൾ ഓഡിയോ ഓവർ വ്യൂ ആയേ, അതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഒന്ന് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് പറയണേ. ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. യാതൊരുവിധ ഇലക്ട്രിസിറ്റിയോ മോട്ടോറുകളോ ഇല്ലാതെ ഒരു തരി പോലും ശബ്ദമുണ്ടാക്കാതെ തീർത്തും സീറോ കാർബണായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലംബിംഗ് സിസ്റ്റം നിങ്ങളുടെ വീടിന്റെ തൊട്ടു പുറത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പെട്ടെന്ന് കേൾക്കുമ്പോ ആരും ഒന്ന് സംശയിക്കും. അതെ, സാധാരണ നമ്മൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വെറും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പച്ചപ്പുകൾക്ക് വോയിസ്? പിന്നിൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഇത്തരം വലിയ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പഠനയാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വിവരങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ വളരെ ലളിതമായി വേർതിരിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സത്യം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തികച്ചും അപ്രതീക്ഷിതമായൊരു ഉറവിടമാണ്. എന്നുവെച്ചാൽ കേരള സർക്കാരിന്റെ 3ാം ക്ലാസ്സിലെ പരിസ്ഥിതി പഠന പാഠപുസ്തകത്തിലെ പച്ചപ്പ് നിറഞ്ഞ ഭൂമി എന്ന അധ്യായം. ആഹാ, 3ാം ക്ലാസ്സിലെ പുസ്തകമോ? അതെ, ഇതൊന്ന് വിശദമാക്കാം. കുട്ടികൾക്കുള്ള ഈ പുസ്തകത്തിൽ നിന്നും വലിയ ശാസ്ത്ര സത്യങ്ങൾ നോക്കുമ്പോൾ തന്നെ സസ്യങ്ങളുടെ തണ്ടിന്റെ കാഠിന്യവും അവയുടെ ആയുസ്സും അടിസ്ഥാനമാക്കി അവയെ പ്രധാനമായും ഓക്കെ, നമുക്ക് മലയാളം ടെക്സ്റ്റ് ഒന്ന് അതിനിടയിൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇതൊന്ന് കഴിഞ്ഞിട്ടെ. എൻ്റെ ഒരു ഇതനുസരിച്ച് മലയാളം പാഠപുസ്തകം ഫുൾ ത്രൂ ഔട്ട് ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടല്ല വരുന്നത്. പല പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ അതിങ്ങനെ മടിക്കുന്നത്.
അത് കിട്ടുമോ, ഇതിപ്പോൾ ഒരു പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ആ യൂണിറ്റ് ഫുള്ളും, അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി ഒരുപാട് കൂടുതലാണ്, ഇതിനുള്ള സാധ്യത കൂടുതലാണ്. മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ ഒരു പാട്ടുണ്ടെങ്കിൽ അടുത്ത് മറ്റെന്ത് അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും ആയിരിക്കും അടുത്ത ഇതിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രാധാന്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംശയമാണ്. ഇനി നമുക്ക് ആ പാട്ടിനെ നമുക്ക് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ആ പാട്ടിനെ നമുക്കൊരു മ്യൂസിക് കൊടുക്കാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് നമുക്ക് പഠിക്കാവുന്നുള്ളതേ ഉള്ളൂ. മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ അങ്ങനെ ഉള്ള സാധ്യതയുണ്ട്. ഇത് ബാച്ച് 6 അല്ലേ, നമുക്ക് ഇന്ന് തന്നെ അതിനെക്കുറിച്ച് അത് നോക്കാം. എങ്ങനെയാണ് ഒരു മലയാളം പാട്ടിനെ ഉപയോഗിച്ച് നല്ലൊരു മ്യൂസിക്കോട് കൂടി നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ. 8:30 സമയമുണ്ട്. മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഉപയോഗിക്കാം. ഇതിനകത്ത് ഈ പ്രസൻറ്റേഷൻസ് ഒക്കെ സ്ലൈഡൊക്കെ കണ്ടില്ലേ, അങ്ങനെയൊക്കെ കൊടുത്ത് ഈ ടെക്സ്റ്റ് ബുക്ക് അപ്ലൈ ചെയ്ത് നോക്കുക, ഇവിടെ ജനറേറ്റ് കൊടുക്കുക. നമുക്ക് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചെങ്കിലും കിട്ടും. ട്രാൻസ്ഫോർമേഷനൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇനി ആ വീഡിയോയും കൂടെ കണ്ടാൽ ഇതിൻ്റെ എല്ലാ പരിപാടിയും തീർന്നു. ബാക്കി ക്വിസ് പറഞ്ഞില്ലായിരുന്നു കേട്ടോ, അപ്പോൾ നിങ്ങൾ ക്വിസ് ഒന്ന് നോക്കാം. പ്ലാന്റിൻ്റെ ക്വിസാണ്. ഇതിനകത്ത് 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പ്ലാന്റ് ഈസ് ഒബ്സർവ്ഡ് ടു ഹാവ് എ സോഫ്റ്റ് സ്റ്റെം, ഷാലോ റൂട്ട്സ് ആൻഡ് എ ലൈഫ് സ്പാൻ ഓഫ് ഓൺലി എ ഫ്യൂ മന്ത്സ്. ഹൗ ഷുഡ് ദിസ് പ്ലാന്റ് ഈസ് ക്ലാസിഫൈഡ്? വൈൻ, ട്രീ, ഹെർബ്, shrub? അതിനായിരിക്കില്ല, ഹെർബാണ്. പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് സ്റ്റെം ആൻഡ് ഷോർട്ട് ലൈഫ് സൈക്കിൾസ് ആർ ക്ലാസിഫൈഡ് ആസ് ഹെർബ്. അല്ല, ഞാൻ തെറ്റായിട്ടുള്ളത് കൊടുത്തപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കാണിച്ചു തന്നു. ഇങ്ങനെ നമുക്ക് ക്വിസുകളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഓരോ കറക്റ്റ് ഉള്ളത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളത് വരും. അവസാനം 10 ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു റൈറ്റ്, 2 റോങ്, 7 സ്കിപ്പ് ചെയ്തു. റിവ്യൂവും റീടേക്കും ഒക്കെ ഉണ്ട് അതിനകത്ത്, നോക്കുന്നതിനൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോയി ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഒരെണ്ണം മാത്രമുണ്ട് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആശാൻ, ഒരു സിനിമാറ്റിക് രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള. അതും കൂടെ കണ്ടാൽ ഈ ഒരു സെക്ഷൻ കഴിയും. എൻ്റെ അത് എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയോ? ആ ടീച്ചർ മലയാളം ടെക്സ്റ്റിലെ കാര്യം പറഞ്ഞില്ല, നമുക്കൊന്ന് മലയാളം ഒന്ന് ഇതിൻ്റെ ഇടയിലൊന്ന് കുത്തിക്കയറ്റി നോക്കാം. അങ്ങനെ സയൻസുകാർ മാത്രം പഠിച്ചാൽ പോരല്ലോ, മലയാളംകാർക്കും കൂടെ ഒരു അവസരം വേണ്ടേ. ക്രിയേറ്റ് ന്യൂ കൊടുത്ത് ഞാനൊരു ടെക്സ്റ്റ് ആദ്യം തുറന്ന് നോക്കാം. സിറ്റുവേഷൻ മലയാളം, ഒരു ഡോക്യുമെന്റ്സ് മലയാളം ടെക്സ്റ്റ് എടുത്ത് നോക്കട്ടെ. സ്കൂൾ, ഒരു 4ാം ക്ലാസ് നോക്കാം അല്ലേ ടീച്ചറെ? 4 നോക്കാം സാറേ. 4ാം ക്ലാസ്സിൻ്റെ ചിറക് വിരിച്ച്, ചിറകുള്ള ബസ്, മണ്ണാങ്കട്ടയും കരിയിലെ. ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ അതങ്ങ് തള്ളി മറിക്കും, പക്ഷെ നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊരു ബന്ധവും വരില്ല. പട്ടത്തിൽ ചവിട്ടുമ്പോൾ കുട്ടി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, എവിടേക്കാണ് യാത്ര? സൈക്കിള് ചവിട്ടാൻ. കുറേ നമ്മളിങ്ങനെ ഇതിൽ ചെയ്ത് വരുമ്പോൾ ഈ യുമായിട്ട് നമുക്കൊരു കണക്ഷൻ വരും. അപ്പം അതെന്താണ് ചെയ്യാൻ സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാനിങ്ങനെ ഈ നോക്കുന്നത്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും, പക്ഷേ അതിന് ഒരു ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ ചിലപ്പോൾ ഫസ്റ്റ് എൻ്റെ
ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയും പട്ടത്തിനെയും കാണും. അപ്പോൾ പട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. നമുക്ക് വേണ്ട സാധനം അതിൽ കിട്ടത്തില്ല. അപ്പോൾ പർപ്പസ്ഫുള്ളി ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അറിയാമല്ലോ ഇപ്പൊ എത്ര പേജുണ്ട്? 22 പേജ്. 22 പേജ് ഒന്ന് കിട്ടന്ന് കൊടുത്തു നോക്കാം. മുന്നറിയിപ്പ് മുതലല്ലേ ഈ പടം തുടങ്ങുന്നത്? ഇത് മുതൽ 11 മുതൽ 22 വരെ പ്രിന്റ്. ഈ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. നമുക്ക് PDF സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ പറയട്ടെ. അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു PDF ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയതനുസരിച്ച് ഇതിൽ 11 മുതൽ 22 വരെയുള്ള പാഠങ്ങളാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനെ ഞാൻ സെപ്പറേറ്റ് ഒരു പീസാക്കി ഒരു ഫയലാക്കി മാറ്റാൻ എന്താണ് ചെയ്യുന്നത്? 11 മുതൽ 22 വരെ പ്രത്യേകമാക്കി തരൂ എന്ന് പറഞ്ഞ് ഈ PDF-നകത്ത് നമ്മൾ കൊടുക്കും. അതിനുവേണ്ടി പ്രിന്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാ അഡോബ് PDF റീഡറിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ഉണ്ട്. ഈ പ്രിന്റ് എന്ന് പറയുന്ന ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രിന്ററിൻ്റെ അവിടെ മൈക്രോസോഫ്റ്റ് പ്രിന്റ് ടു PDF എന്ന ഓപ്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ സേവ് ആസ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം. അല്ലാതെ നമ്മളെ പ്രിന്ററൊക്കെ കണക്ട് ആണെങ്കിൽ അത് കൊടുത്ത് കളയരുത്, എനിക്ക് അത് പ്രിന്റ് ആയിപ്പോവും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് താഴെ റേഞ്ചിൻ്റെ ഇവിടെ വരണം. ഇവിടെ 11 മുതൽ 11 ടു 22 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 11 ടു 22 എന്ന പേജ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് PDF ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. ഇപ്പോൾ 11ാമത്തെ പേജാണ് ആദ്യം കാണുന്നത്, 22ാമത്തെ പേജ് അവസാനം വരും. ഇപ്പം നോക്കാം, അത് ചിലപ്പോൾ കഥയുമായിട്ട് ബന്ധപ്പെട്ട് തരുമായിരിക്കാം. ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണേ ഇതിനെ. ഈ PDF സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. വളരെ എളുപ്പമാണ്, പക്ഷെ ആദ്യം കാണുന്നവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. 11 മുതൽ 22 നമ്മൾ കണ്ടുകൊണ്ടിരുന്ന PDF-ന്റെ അവിടെ പ്രിന്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്രിന്റർ എന്ന് പറയുന്ന അടുത്ത് PDF എന്ന് പറയുന്ന ഈ സാധനം കണ്ടാൽ മതി. പിന്നെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ഇത് ഓൾറെഡി പോർട്രേറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണില്ല, പോർട്രേറ്റ് തന്നെ ഇരിക്കുന്നു. പിന്നെ ഈ റേഞ്ചിൻ്റെ ഇവിടെ ഓൾ കൊടുത്ത് കളയരുത്, എല്ലാം കൂടെ വരും. ഓഡ് കൊടുത്താൽ ഓഡ് വരും, ഈവൻ കൊടുത്താൽ ഈവൻ വരും. അപ്പോൾ ഈ റേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് 11 മുതൽ 22 എന്ന് പറയുന്ന സാധനം കൊടുത്തു. വേറെ ഒന്നും ചെയ്തില്ല. കളർ ഒക്കെ ആയിരിക്കും, കളറാണെങ്കിൽ കളർ കൊടുക്കാം, വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പ്രിന്റ് കൊടുക്കുക, സംവിധാനം വന്ന് നമ്മളെ ഡെസ്ക്ടോപ്പിൽ കിടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അടങ്ങും 11 മുതൽ 22 പേജ് വരെ കണ്ടാ. 11 മുതൽ 22 വരെ വന്നു. ഇത്രയേ ഉള്ളൂ. PDF ആയി കിട്ടിയോ? കിട്ടി. ഇനി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ മലയാളത്തിൽ ഈ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഈ സാധനം കൊടുത്തിട്ട് ആ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ചേട്ടനെ ഇവിടെ പറഞ്ഞു കൊടുക്കണം, മലയാളം. ഇതിൽ ഞാൻ ഇത്തവണ കൂടുതൽ കഥകളൊന്നും പറയണ്ട, നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ പ്രോംപ്റ്റിങ്ങിന് വലിയ പരിപാടികളൊന്നും ഇല്ല. നമുക്ക് ഈ കുത്തുക എന്നുള്ള ഇങ്ങനെയുള്ള ഓരോ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ നോക്കുള്ളൂ. ഇതൊന്ന് അപ്ലോഡ് ആവുന്നത് വരെ നമ്മളൊന്ന് ക്ഷമിക്കണേ. ഇപ്പം ചെറിയ ഫയലായതുകൊണ്ട് അധികം സമയം പിടിക്കരുത്. അപ്പോൾ അത് തന്നെ ഒന്ന് വണ്ടറിങ് ത്രൂ മലയാളം ടെയിൽസ് ആൻഡ് അത് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇങ്ങോട്ട് ഇവിടെ വന്നാൽ അത് അനലൈസ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ. അതായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. വേണമെങ്കിൽ അനലൈസിങ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലായി ഇത് ശരിയാണോ. എന്നിട്ട് ഓഡിയോ ഓവർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലായിരിക്കും. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലായിരിക്കും വരിക. നമുക്ക് വേണ്ട മലയാളമാണെങ്കിൽ അതിനകത്ത് കയറണം. ഈ ഗ്രേറ്റർ ദാൻ സിമ്പലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് അതായത് ഡീപ്പ് ഡൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട്, ഈ ബ്രീഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ട് പോകത്തില്ല. ഈ ഡീപ്പ് ഡൈവ് വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ലെങ്ത് അസൈൻ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഷോർട്ടായിട്ട് വളരെ കുറച്ച് സമയം മതി, ഒത്തിരി വേണ്ട. ഷോർട്ട് കൊടുത്താൽ പെട്ടെന്ന് കിട്ടാനും എളുപ്പമാണ്. ഷോർട്ട് കൊടുത്താൽ ഇവിടെ ഇംഗ്ലീഷ് കൊടുത്താൽ നമുക്ക് ഇത് ഇംഗ്ലീഷിൽ കിട്ടും. മലയാളത്തിൽ കിട്ടണമെങ്കിൽ മലയാളം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കും. മലയാളം ഇങ്ങനെ താഴെ കിടപ്പുണ്ട്. ഹിന്ദി, അറബി എല്ലാം ഉണ്ട് കേട്ടോ.
പിക്കപ്പ് ആയിട്ട് നോക്കാം. ഇപ്പം ഷോർട്ട് കൊടുത്ത് ഡീപ്പ് ലൈവ് കൊടുത്ത് ജനറേറ്റ് കൊടുക്കും. ആദ്യം കൊടുത്തു വെച്ചാൽ പെട്ടെന്ന് കിട്ടും. ഷോർട്ടാണേ കൊടുത്തത്. ഇപ്പോൾ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയിൽ ഷോർട്ട് വല്ലതും ഉണ്ടാവും. ഇല്ല. ആ, വീഡിയോയിലെല്ലാം വലുത് തന്നെ. നമുക്ക് ലാംഗ്വേജ് മലയാളം കൊടുക്കാം. മലയാളം ഭാഷയായതുകൊണ്ട് മലയാളത്തിൽ ചെയ്തു തരട്ടെ. ഇപ്പോൾ വീഡിയോയും കിടക്കുകയാണ്, ഓഡിയോയും കിടക്കുകയാണേ. ഇത് രണ്ടും നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ കൊടുത്തത് ഇവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞൊന്ന് വേണമെങ്കിൽ നോക്കാം. പിന്നെ വീഡിയോ നമ്മൾ കണ്ടില്ലല്ലോ. വീഡിയോ കഴിഞ്ഞോ? അയ്യോ, വീഡിയോ കഴിഞ്ഞില്ല. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ കൊടുത്ത് അപ്പൊ എന്ത് ചെയ്യും? സാറേ, അപ്പൊ നമ്മൾ EVSന്റെ ചെയ്തത് ഇംഗ്ലീഷിലല്ലേ നമുക്ക് ആ ഇതെല്ലാം കിട്ടിയത്. അപ്പൊ അത് ഉം. മലയാളത്തിൽ കിട്ടണം. ലാംഗ്വേജ് മലയാളം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ആ, ഇതുപോലെ മലയാളത്തിന്റെ ഈ ഓഡിയോ ഓവർവ്യൂ ആണ് വേണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് ഈ ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളം കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. മലയാളം താഴത്തുനിന്ന് ഒരു 1 2 3 4 5 6 7 8 10 10ാമത്തെ കാര്യം ആ ഓർഡറിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതിങ്ങനെ ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ. ഉം, ഉം. അപ്പൊ ഇത് ഇവിടെ കിടന്ന് കറങ്ങട്ടല്ലേ. നമുക്കൊന്ന് മലയാളം പാട്ടൊക്കെ കേട്ടിട്ട് വരാം. എന്തായാലും ഇത് കാണാതെ നിങ്ങളെ ഇവിടെ ഇല്ല. അത് കണ്ടിട്ട് പോയാൽ മതി. നമുക്ക് ഈ മലയാളത്തില് ഒരു വരി വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. മലയാളം പാഠപുസ്തകം ഞാൻ എടുത്തു വെച്ചതിൽ നമുക്കൊരു പാട്ട് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊരു ചിറകുള്ള ബസ്, വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്, ഒരു സാധാരണ ബസ് അല്ല. ഇതിൽ കവിതയൊന്നും ഇല്ലേ ടീച്ചറെ, മലയാളം ടീച്ചറെ? സൈക്കിൾ ചവിട്ടാനുണ്ട്. മൈക്കിൾ ചേട്ടാ സൈക്കിൾ വേണം. ഇതല്ലേ? ആ ആ ആ ആ, ആ. അപ്പൊ ഇതിനെ ഞാൻ കോപ്പി എടുക്കാം, എന്നിട്ട് പാടിക്കാം. ഇതുപോലെ കിട്ടുമോ എന്തോ. കാരണം ടെക്സ്റ്റ് ആയതുകൊണ്ട് ഒരു സംശയമുണ്ട്. ചിലപ്പോൾ അത് നോക്കാം. ആരിലേക്ക് പോകാം? 2 രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ജെമിനി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫ്രീ ആയിട്ട്. ഒരു സുനോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അവരിപ്പം പൈസ വാങ്ങിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ജെമിനിയിൽ ചെയ്യാം. ഫ്രണ്ടിൽ പ്രോംപ്റ്റ് ക്രിയേറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം മതി. ക്രിയേറ്റ് മ്യൂസിക്. എന്നിട്ട് നമ്മുടെ വരികൾ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ടോ എന്നും കൂടെ യെസ്. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആവും. ഞാൻ പ്രതീക്ഷിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ പറ്റണ്ട? ഈ PDF എനിക്ക് മലയാളം ടെക്സ്റ്റ് ആക്കണം. അതായത് യൂണിക്കോഡ് ടെക്സ്റ്റ് ആക്കി എനിക്കിവിടെ കൊണ്ടുപോകണം. ഈ ടെക്സ്റ്റ് നമ്മളെ ഇവർ ഇതിലൊക്കെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടതായിരിക്കാം. അതുകൊണ്ടാണ് ഇത് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ കിട്ടാത്ത. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ആർക്കെങ്കിലും വഴി പറയാമോ? നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും? ഇമേജ് ആക്കിയിട്ട് അതിന്റെ പ്രോംപ്റ്റ് എടുത്താലോ? എനിക്ക് കറക്റ്റ് അത് തന്നെ ഉദ്ദേശിച്ചു. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റുക. ടീച്ചർ ഏകദേശം അടുത്തെത്തി. സംഭവം സിമ്പിളാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. പ്രോംപ്റ്റ് ആക്കണ്ട, അതിന് പകരം പകുതി ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ഇതിനെ ഇത്രയും ഇതാക്കിയിട്ട് ഇതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇമേജ് ടു ടെക്സ്റ്റ് ആക്കും. അപ്പൊ നമുക്ക് വായിച്ചും കൂടെ നോക്കാം. എന്നിട്ട് പേസ്റ്റ് ചെയ്യണം. കൺട്രോൾ വി ആണ് ഷോർട്ട് കട്ട്. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റും കൊടുക്കാം. ഇമേജ് ടു ടെക്സ്റ്റ്. ജെമിനി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടാം. ChatGPT ആണെങ്കിൽ ഇച്ചിരി പിന്നിലോട്ടാണ്. നോക്കാം. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം. എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്? എന്തിനാ മോനെ നിലാവ് കാണാൻ?
അങ്ങനെ തന്നെ വരട്ടെ. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, എങ്ങോട്ടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവ് കാണാൻ. ഓക്കേ, പരിപാടികൾ നമുക്ക് എല്ലാം സെറ്റായി. ഇതിനെ കോപ്പി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റ് മീ മ്യൂസിക് എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യാം. എന്ത് വേണമെങ്കിൽ കൊടുക്കുക. ഞാൻ കോപ്പി എടുത്തിട്ട് ഇതിനകത്ത് കൊടുക്കാം, ക്രിയേറ്റ് മീ മ്യൂസിക്. ഇത് മലയാളത്തിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഫോണിലൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിൽ മലയാളത്തിൽ എനിക്കിതിനെ പാട്ടാക്കി തരൂ എന്ന് പറയുന്നതാണ് നല്ലത്. പക്ഷേ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. അതും ഇതും കൂടെ ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഫോണിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പം. ഇത് നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ട് പിക്ചറുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പിക്ചർ ജനറേറ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ പഠിച്ചല്ലോ. അങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പിക്ചറുകളൊക്കെ ജനറേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ അവിടെ കണ്ടിരിക്കും. ഞാൻ നോക്കട്ടെ, നല്ല രീതിയിൽ പാട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരെണ്ണം ചെയ്തിടാം. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ക്ഷമിക്കണം, സൈക്കിള് ചവിട്ടാൻ എന്ന കവിത ഉപയോഗിച്ച് നേരിട്ട് വന്നിരിക്കും. പിന്നെ സോറി പറയണേ. നേരിട്ടൊരു ഗാനം നിർമ്മിക്കാൻ എനിക്ക് സാധിക്കില്ല. പകരം ആ കവിത നൽകുന്ന അതേ ഭാവനയും നിഷ്കളങ്കതയും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഗാനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വരികളുണ്ടായിരുന്നാൽ മതി. ചേട്ടാ സൈക്കിളു വേണം, എങ്ങോട്ടാ മോനെ ചന്ദ്രനിലേക്ക് 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 എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ ബ്രേക്കില്ലു ചേട്ടാ ബ്രേക്കില്ല മോനെ. ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഉപയോഗം ഉണ്ടല്ലോ അല്ലേ? പിള്ളേരെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരു കിടിലം സംഭവമാണ്. ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടു ഞാൻ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ. എനിക്ക് ടെക്സ്റ്റ് ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് കിട്ടിയില്ല. അതിന് വരെ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് അതിനെ ഇമേജ് ടു ടെക്സ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പം അതിന് കറക്റ്റ് ആ വരികളൊക്കെ കിട്ടി. എന്നിട്ട് അതിനകത്ത് ക്രിയേറ്റ് മീ മ്യൂസിക് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് തയ്യാറാക്കി ഇങ്ങനെ തന്നു. ഇതിനെ നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് തരും. വീഡിയോ വേണമെങ്കിൽ വീഡിയോ, ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ. ആരോ എന്തോ ചോദിക്കാൻ വേണ്ടി മൈക്ക് എടുത്തല്ലോ. മലയാളം ടീച്ചറാണോ? അതെ അതെ, അത് നന്നായിട്ട് തോന്നി സാറേ. യെസ് യെസ്. അപ്പം അതിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്കതിൻ്റെ മൂഡ് എങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂസിക്കിൻ്റെ മൂഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആ മൂഡ് അനുസരിച്ച് ചെയ്യും. ഇതിപ്പോൾ അതിന് മനസ്സിലാക്കിയ രീതിയിലാണ് തയ്യാറാക്കി തന്നു.
അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെയൊക്കെ മനസ്സിലാവും. ഇന്ന് 6 പേരേ വന്നോളൂ. നഷ്ടമാണ്, വരാത്തവർക്കൊക്കെ ഇന്നത്തെ ക്ലാസ് ഭയങ്കര നഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കും. എനിവേ വന്നവരെന്തായാലും പ്രയോജനപ്പെടുത്തി, സന്തോഷം. വീഡിയോ കാണുന്നവരെ ദയവ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കുക. കുറേ അധികം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിവേ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. വീഡിയോ അതാ റെഡി ആയിട്ടുണ്ട്, സിനിമാറ്റിക് വീഡിയോ റെഡി ആയിട്ടുണ്ട് ആദ്യത്തേൻ്റെ. അതൊന്ന് കണ്ടു നോക്കാം. Have you ever wondered how a towering tree pulls water from the dirt below all the way up to its highest leaves? It doesn't have an internal pump, but it defies gravity every single day. To understand how this works, we're going to step into the school biodiversity garden and set up a hands-on environmental science project. Our model for this study is the clearweed plant, often called mashitandu. It has a unique By the end of this setup, one of your sun-bathed clearweed plants into each tube, then carefully move the entire rack into a bright, well-lit location. അപ്പോൾ മറക്കാതെ ഉടനെ തന്നെ, ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നീട് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാലാണ് ഇതൊക്കെ പോകുന്നത്, ടച്ച് വിട്ടു പോകുന്നു. നമുക്കിത് ആയിരുന്നു സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. മലയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് തയ്യാറായിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ചന്ദ്രനിലേക്കൊരു വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട. കുട്ടിക്കാലത്ത് എത്ര വേഗത്തിൽ ഓടിയാലും ആകാശത്ത് തൊടാൻ കഴിയില്ല എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ ആ നിമിഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശരിക്കും അതൊരു വലിയ നിരാശയായിരുന്നു അല്ലേ? അതെ അതെ, വളരെ വലിയ നിരാശ. എന്നാൽ കുട്ടികളുടെ ഭാവനയ്ക്ക് അങ്ങനൊരു അതിരുകളില്ല. ഭൗതികമായ നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല. അപ്പോ ഇന്നത്തെ ഈയൊരു ആഴത്തിലുള്ള വിശകലനത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അത്തരമൊരു ഭാവനാലോകത്തെക്കുറിച്ചാണ്. വളരെ രസകരമായ ഒരു വിഷയമാണിത്. തീർച്ചയായും. ഇതിനായി നമ്മുടെ മുന്നിലുള്ളത് പ്രധാനമായും 2 രചനകളാണ്. പി രാമചന്ദ്രന്റെ ഒരു കവിതയും പിന്നെ പട്ടൂസ് എന്ന പട്ടത്തിന്റെ കഥയും. യാഥാർത്ഥ്യവും പ്രകൃതിയുടെ മാന്ത്രികതയും തമ്മിൽ കുട്ടികളുടെ ഭാവന എങ്ങനെയാണ് പാലം പണിയുന്നത് എന്നാണ് നമ്മളൊന്ന് നോക്കുന്നത്. ആ കവിതയിലെ കുട്ടി എന്താ പറയാ, മൈക്കിളേട്ടന്റെ സൈക്കിള് വാങ്ങി എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ആവേശം നമുക്ക് മനസ്സിലാകും. അതായത് നേരെ ചന്ദ്രനിലേക്ക് പോണമെന്നാണ് കുട്ടി പറയുന്നത്. അതെ, ഇതൊരു വെറും ആഗ്രഹപ്രകടനം മാത്രമല്ല, പ്രകൃതിയും ആ കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ടാണ് കവിത ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവരെ സംബന്ധിച്ച് സൈക്കിൾ എന്ന് പറയുന്നത് വെറുമൊരു വാഹനം മാത്രമാണ്. ശരിയാണ്, നമ്മൾ അതിനെ ഒരു യാത്രാ ഉപാധിയായി മാത്രമേ കാണൂ. എന്നാൽ ആ കുട്ടിക്ക് അത് തന്റെ സ്വപ്നങ്ങളിലേക്കും ആകാശത്തേക്കുമുള്ള ഒരു ചിറകാണ്. അവിടെ അസാധ്യമെന്നൊരു വാക്കില്ല. ആ ചോദ്യങ്ങളും പ്രകൃതിയുടെ മറുപടിയും തമ്മിലുള്ള ആ താളം, അത് കുട്ടികളുടെ ചിന്തകൾ എത്രത്തോളം സ്വതന്ത്രമാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ആകാശമോഹത്തിന് മറ്റൊരു വശമുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? അതായത് ആകാശത്തേക്ക് മറിക്കുന്നതൊക്കെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, മാനുഷികമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലേ? ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന സംഭവമാണ്. പക്ഷേ മറ്റേ സയൻസിൽ കണ്ടപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ എഫേർട്ടോടുകൂടിയായിട്ടുള്ള ചെയ്തിരിക്കുകയാണ്. മറ്റേ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം അതുപോലത്തെ വീഡിയോ തയ്യാറാക്കി എടുക്കാനാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായത്, അതായത് ഒരു പിക്ചർ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ മറിക്കുമല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കിതൊന്ന് കേട്ടത്. കാരണം അവർക്ക് വേറെ കണ്ടന്റ് ഇല്ലായിരുന്നു, അത്രയും 8 പിക്ചറല്ലേ ഉള്ളൂ. നിങ്ങളുടെ വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. പോകാൻ സ്വപ്നം കാണുന്നത് കൊള്ളാം, എന്നാൽ ശരിക്കും ആ വലിയ ശൂന്യതയിലെത്തിയാലോ? അവിടെയാണ് ആബിദക്കുട്ടി സ്വന്തമായി ഉണ്ടാക്കിയ പട്ടൂസ് എന്ന പട്ടത്തിന്റെ കഥയിലേക്ക് നമ്മൾ വരുന്നത്. ഓ, ആ പട്ടത്തിന്റെ കഥ. അതെ, ഈ പട്ടത്ത് പറത്തുമ്പോ മുകളിലേക്ക് പോയാൽ കാറ്റടിച്ച് ജലദോഷം പിടിക്കുമെന്ന് ആബിദ വളരെ കാര്യമായി അതിനോട് പറയുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. ജീവനില്ലാത്തൊരു കടലാസ് കഷ്ണത്തിന് ജലദോഷം പിടിക്കുമെന്ന് ഒരു കുട്ടി വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു വലിയ ചോദ്യം. ശരിക്കും ഈ പറയുന്നൊക്കെ ഉള്ളത് തന്നെയാണോ? ആ പാഠഭാഗത്തിൽ അങ്ങനെയാണോ വരുന്നത് ടീച്ചറെ? അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണേ. അപ്പൊ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് കൊടുത്താൽ നമുക്ക് ചിലപ്പം കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് കിട്ടുമായിരിക്കും. പ്രോംപ്റ്റ് ആണോ അതോ? പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴേ നമ്മൾ ഈ പാഠഭാഗങ്ങളെല്ലാം
യാത്രയുമായി ബന്ധപ്പെട്ട് ആശയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്നൊരു ഓ ഇതുകൂടെ ഇതിന്റെ കൂടെ ചേർത്ത്. ഉണ്ട്. ആ ഹാ 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 ഹാ. അപ്പോൾ ഇപ്പം ടീച്ചർ പറയുന്നത് പ്രയോജനകരമാകാം അല്ലേ? അതെ, നമുക്ക് സാധ്യതകളുണ്ട്. അങ്ങനെ. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കി പോയാൽ ഉപയോഗിക്കാം. എന്തായാലും ഞാൻ ഒന്നില്ലാത്ത ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. ടീച്ചർ നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയണം. ഓക്കെ അപ്പോൾ സാർ, അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ചർച്ചകൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഇങ്ങനത്തെ വിഷയങ്ങളും കൂടെ കൊണ്ടുവരുന്നത്. ഇതൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതും കൂടെ ആണല്ലോ. അപ്പോൾ ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയി വരും. ഒരുവിധമുള്ള എല്ലാം ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. നമ്മളിപ്പോൾ ഈ 2 ടൈപ്പ് വർക്കുകളാണ് കണ്ടത്. ക്ലിയർ ആണ് സാറേ എല്ലാം. എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും? 4 പേരേ ഉള്ളൂ. 4 എന്നെയും കൂടെ ചേർത്ത് 4 പേര്. ബാക്കി 3 പേർക്കും ഓക്കെ ആണ്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നമ്മുടെ ടീച്ചിങ് മാനുവലാണ് അടുത്ത ദിവസം. ഒരു പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അടുത്ത ക്ലാസ്സിൽ. അതിനോടൊപ്പം സമഗ്രയും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, സമയം കിട്ടുമെങ്കിൽ. സാധാരണ സമയം കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡേ 10 ഷിഫ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ ക്ലാസ് വരുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ വേറെ വ്യത്യാസം കാണില്ല. നമുക്ക് 5:30 പിടിക്കാമെന്ന് തോന്നുന്നു. എങ്ങനെയാണോ അറിയില്ല അല്ലേ? സാറ്റർഡേ 5:30 നിങ്ങൾക്ക് ടൈം ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഓക്കെ സാറേ. പിന്നെ ഇഷ്യൂ എല്ലാം ഉണ്ടായാലേ ഉള്ളൂ. ആ അതെ അതെ. വേറെ ഏതെങ്കിലും ക്ലാസ് വല്ലതും വെക്കുകയാണെങ്കിലുള്ള വിഷയമേ വരുള്ളൂ. ഞാൻ ടൈം ഒന്ന് ഇടാം. കറക്റ്റ് പ്രോപ്പർ ടൈം ഇടാം. ഓക്കെ 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 ടീച്ചേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. വീഡിയോ കാണുന്നവർ ദയവായി ഇനിയുള്ള ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഓക്കെ.